കുഞ്ഞ് വാവകളൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് ചില കമ്പാരിസൺസ് ഒക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അതായത് കുഞ്ഞിൻ്റെ എത്ര കുഞ്ഞുങ്ങളുണ്ടായാലും, ഒന്നോ രണ്ടോ മൂന്നോ നാലോ എത്ര കുഞ്ഞുങ്ങളുണ്ടായാലും ആ കുഞ്ഞുങ്ങൾക്കെല്ലാം അച്ഛൻ്റെ ഷേപ്പായിരിക്കും. ഷേപ്പ് മാത്രമല്ല, കണ്ണും മൂക്കും ചെവിയും വിരലുകളും നഖവും ബോഡി ലാംഗ്വേജും എല്ലാം എല്ലാം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ എല്ലാ കഴിവുകളും എല്ലാ ടാലൻസും എല്ലാം അച്ഛൻ്റെത് മാത്രമായിരിക്കും. ഇപ്പോൾ അച്ഛൻ്റെതല്ലാന്നുണ്ടെങ്കിൽ അച്ഛൻ്റെയോ അല്ലെങ്കിൽ മുത്തശ്ശൻ്റെയോ മുത്തശ്ശിയുടെയോ ആരുടെയെങ്കിലുമൊക്കെ അച്ഛൻ്റെതായിട്ടുള്ള റിലേറ്റീവ്സ് ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ലാത്ത ആരുടെയെങ്കിലുമൊക്കെ പേരുകളൊക്കെ എടുത്തിടും. അവരങ്ങനെയായിരുന്നു. ആ ഒരു സെയിം ഇതാണ്, അല്ലെങ്കിൽ ആ സെയിം സ്വഭാവമാണ്, അല്ലെങ്കിൽ ആ ഒരു സെയിം കൈയും കാലും ഒക്കെയാണ് ഇവന് കിട്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇവൾക്ക് കിട്ടിയിരിക്കുന്നതെന്ന് പറയും. 10 മാസം ചുവന്ന് പ്രസവിച്ച ആ അമ്മയുടെ ഒരു ഷേപ്പോ ഒന്നും ഉണ്ടെന്ന് ഒരാൾ പോലും പറയില്ല. തമാശയ്ക്കാണ് ഞാനിപ്പോൾ ചിരിച്ചോണ്ടാണ് പറയുന്നുണ്ടെങ്കിലും ഇത് കേട്ടിരിക്കുന്ന അമ്മമാർക്ക് ഇത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്, ഭയങ്കരമായിട്ട് വിഷമിക്കുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ അമ്മായിമാരായിരിക്കും ഇത് പറയുന്നത്, എന്തോ വലിയ ക്രെഡിറ്റ് പോലെയാണ്. പക്ഷേ ആ കുഞ്ഞ് കാണാൻ ചിലപ്പം അമ്മയുടെ റിസംബ്ലൻസ് ഉണ്ടാവും, ചിലപ്പോൾ അച്ഛനെ പോലെയൊക്കെ ആയിരിക്കാം. പക്ഷെ എന്നിരുന്നാലും അവർ അമ്മയുടെ ഷേപ്പ് ഉണ്ടെന്നോ ഇതൊന്നും പറയാനായിട്ട് ആഗ്രഹിക്കത്തേയില്ല. എന്തോ ഒരു കുറവ് പോലെ, എന്തോ ഒരു കുറച്ചിൽ പോലെയൊക്കെയാണ്. ഇങ്ങനെയാണ് എപ്പോഴും പറയുക. ഇനി എന്തെങ്കിലും കുരുത്തക്കേട് കുഞ്ഞെന്തെങ്കിലും ഒരു വിളച്ചിലൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആരുടെ സ്വഭാവമാണ്? നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഇങ്ങനത്തെ സ്വഭാവം ഒന്നും, ഇതൊക്കെ എവിടെ നിന്ന് കിട്ടിയാവോ ഇങ്ങനൊരു വർത്താനം, അല്ലേ? ശരിക്കും ഈ അമ്മമാർ ഈ കുഞ്ഞുങ്ങളുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മമാർ ഫേസ് ചെയ്യുന്ന കുറേ പ്രശ്നങ്ങളിൽ ഒരെണ്ണമാണ് ഇത്.